സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ കാര്യത്തിൽ എന്നെ സ്റ്റേഷനിൽ കയറ്റിയവളാ അവള്. എന്നിട്ടിപ്പോ നന്ദിനിയെ കാണാൻ ഞാൻ കംപ്ലൈന്റ് ചെയ്യാഞ്ഞ് ഒന്ന് കുഴിച്ചു മൂടിയോ? പറയണോ?
നമ്മൾ ഇനി ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. അത് തന്നെ ഞാനും ആലോചിക്കുന്നേ. അവളെ അന്വേഷിച്ച് കോളേജിലും ഹോസ്റ്റലിലും ഒക്കെ പോയി. ഐസ്ക്രീം പാർലറിൽ വെച്ച് ഗൗരീശങ്കറിനോടൊപ്പം കണ്ടതിന് ശേഷം പിന്നെ ആരും അവളെ കണ്ടിട്ടില്ല എന്ന് കൂട്ടുകാരികൾ പറയുന്നത്. പക്ഷേ ഗൗരീശങ്കർ പറയുന്നത് നന്ദിനിയുമായി അവനൊരു ബന്ധമില്ലെന്നാ. എത്ര നിഷേധിച്ചാലും എനിക്ക് അവൻ ഇപ്പോഴും സംശയമുണ്ട്. എന്റെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞതാന്ന എന്റെ ഊഹം. എങ്കിൽ പിന്നെ ഇങ്ങനെ വെച്ച് നീട്ടുന്നതിൽ അർത്ഥമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം. വേണം മാഷേ. അവൾക്ക് വല്ല അപകടവും സംഭവിക്കുന്നതിന് മുൻപ് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാനും അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല വേണി. ഇതറിഞ്ഞ പിന്നെ അമ്മായി ഒരേ കിടപ്പ. പാവൂര് തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇനി അമ്മായിയും കൊണ്ട് ആശുപത്രി പോവേണ്ടി വരുമെന്ന് എന്റെ പേടി. അല്ല, ഗോവിന്ദമാഷ് എവിടെ? പാവം, ഈ വയ്യാത്തെടുത്ത് അച്ഛനും പോയിരിക്കും അവളെ തിരക്കി. ഒന്നും പറയണ്ട മാഷേ. എല്ലാം കൊണ്ടും മനസ്സിനൊരു സ്വസ്ഥത ഇല്ലണ്ടായി. വേണി സങ്കടപ്പെടാതിരിക്കെ. നന്ദിനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചാണോ? ഏതായാലും എസ് ഐ കണ്ട് ഞാൻ വിവരമൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൂടി കൊടുക്കാം. നാളെ എന്റെ പിറന്നാളാ, അച്ഛൻ വരുവോ? വരും. മാഷ് പോകുന്നുണ്ട് മോളുടെ അച്ഛനെ കൊണ്ടുവരാൻ. ഇപ്പൊ പോവോ? മോൾക്ക് മോളുടെ അച്ഛനെ കണ്ടാ പോരെ? അത് മാഷ് ഏറ്റു. എന്നാ ഞാൻ പോയി അമ്മോട് പറയട്ടെ. പാവം, അതിനറിയോ ഇവിടുത്തെ സങ്കടങ്ങളൊക്കെ. എന്താ അച്ഛാ, അച്ഛന് സുഖമില്ലേ? എന്താ വേഷമൊക്കെ ഇങ്ങനെ? അയ്യോ, നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് ചെറിയൊരു തലകറക്കം. അല്ല, മാഷ് എവിടെയെങ്കിലും വീണോ? ആ, ഒന്ന് കാലു എഴുതി. അയ്യോ, എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നുമില്ല മോളെ, നീ വെറുതെ ആദ്യ പിടിക്കണ്ട. ഞാൻ ഇത്തിരി നേരം ഒന്ന് കിടന്നോട്ടെ. അച്ഛൻ പോയത് കണ്ടില്ലേ മാഷെ? ചെറിയൊരു വിഷമം പോലും ആ മനസ്സിന് താങ്ങാൻ കഴിയില്ല. വേണി സങ്കടപ്പെടാതിരിക്കും. എല്ലാം നേർവഴിക്ക് വരും. ഏതായാലും ഞാൻ വീട്ടിൽ പോയി അമ്മയെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അമ്മായിക്ക് ഒരാശ്വാസമാവുമല്ലോ. നന്ദിനിയുടെ അമ്മാവന്റെ മകളാന്ന് അവർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞ അവരുടെ ആ നോട്ടത്തിന്റെ മുന്നിലേ ഞാനൊന്ന് കിടുങ്ങിപ്പോയി. പെട്ടു പോകുന്ന കരുതിയത്. വളരെ തന്ത്രപൂർവ്വ കളം മാറ്റി ചവിട്ടിയത്. ശുദ്ധരിൽ ശുദ്ധനായി മഹാപാവത്താനായി അമ്മയുടെയും ഏട്ടന്റെയും അവരുടെയും മുന്നിൽ ഒരു സ്റ്റൈൽ ആൻഡ് ഡ്രാമ. അതിൽ ആ സ്ത്രീ ഒന്ന് ഒതുങ്ങി. പക്ഷെ വാണിങ് എന്നിട്ടാ പോയിരിക്കുന്നത്. അവരെങ്ങാനും ഇനി പോലീസ് കംപ്ലൈന്റ് ചെയ്താലോ? കംപ്ലൈന്റ് ചെയ്യട്ടെ. എന്നിട്ട് നന്ദിനി അവർ കണ്ടുപിടിക്കട്ടെ. ആര് പറഞ്ഞു വേണ്ടാന്ന്? നന്ദിനി എവിടെയാന്ന് കണ്ടുപിടിക്കാൻ ഈ ലോകത്ത് ഒരുത്തനും കഴിയില്ല. എന്തായാലും അവളുടെ വീട്ടുകാർ അന്വേഷിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് അവളെ ഒരു സേഫായ സ്ഥലത്തേക്ക് മാറ്റുന്നതല്ലേ നല്ലത്? എടാ, നിന്റെ ബുദ്ധിയല്ല എൻ്റേത്. നീയൊക്കെ മനസ്സിൽ കാണുമ്പോഴേക്കും ഞാനതങ്ങ് മാനത്ത് കാണും.
എന്താ അച്ഛനൊരു വിഷമം? ഒന്നുമില്ല മോളെ. അതല്ല, എന്തോ ഉണ്ട്. അച്ഛൻ പുറത്തുപോയി വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. വീണിട്ട് എന്തെങ്കിലും പറ്റിയോ അച്ഛാ? ഏയ്, ഒന്നും പറ്റിയില്ല. പിന്നെന്താ വന്ന പാടെ അച്ഛൻ കിടക്കുന്നേ? എന്തോ വല്ലാത്തൊരു ക്ഷീണം. അച്ഛൻ മരുന്ന് കഴിച്ചോ? ഇല്ല. എന്നെ ഈ കഞ്ഞി കുടിച്ചിട്ട് നമുക്ക് മരുന്ന് കഴിക്കാട്ടോ. കഴിക്കച്ച. വേണ്ട മോളെ. അത് പറ്റില്ല, അച്ഛൻ ഇത് കഴിക്കണം. ഓപ്പോൾക്ക് എങ്ങനെയുണ്ട്? ഓപ്പോൾ വല്ലതും കഴിച്ചോ? ഇത്തിരി കഞ്ഞി കുടിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ട് ആ മയക്കത്തിനുള്ള മരുന്നില്ലേ, അത് കൊടുത്തിരിക്ക. ഇപ്പൊ നല്ല ഉറക്കത്തില. നന്നായി. അങ്ങനെയെങ്കിലും മനസ്സിന്റെ വേദനകൾ മറന്ന് ഒപ്പോളൊന്ന് മയങ്ങട്ടെ. അത് പോട്ടെ, അച്ഛനത് കഴിച്ചേ. എനിക്ക് സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം Come on. ഇവിടെ ആരുമില്ലേ? എന്താ സർ? ആരാ ഗോവിന്ദ മാഷ്? എന്റെ അച്ഛനാ. എവിടെ? വിളിക്കയാളെ. എന്തിനാ അച്ഛൻ അന്വേഷിക്കുന്നേ? അതൊക്കെ പിന്നെ പറയാം. ആദ്യം അയാളോട് ഇങ്ങോട്ട് വരാൻ പറ, ഇല്ലെങ്കിൽ ഞങ്ങൾ വലിച്ചു പുറത്തിറക്കും. ഞാനാ ഗോവിന്ദ മാഷ്. നിങ്ങൾ വന്ന് ജീപ്പിലേക്ക് കയറ്. എന്തിനാന്നൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. താൻ വന്ന് ജീപ്പിൽ കയറ്. എന്താ സംഗതി? എന്തിനാ എന്റെ അച്ഛനെ കൊണ്ടുപോകുന്നേ? ചോദിച്ചു നോക്ക് അച്ഛനോട്. ഒരുത്തനെ കൊന്നിട്ടൊന്നും അറിയില്ലത്രേ. അറിയിച്ചു തരാം, അങ്ങ് ചെല്ലട്ടെ. അച്ഛാ, എന്താ ഇവര് പറയുന്നത്? ഉന്നാര മൂക്ക് പറഞ്ഞു കൊടുക്കന്തേ. ആരെയാ കൊന്നെന്ന്? അച്ഛൻ കണ്ടാ പാവം പോലെ നിൽക്കുന്ന കണ്ടില്ലേ നിന്റെ തന്ത? ഇയാളെ അനന്തനെ കൊന്നു. ഞാൻ ആരെയും കൊന്നിട്ടില്ല. പിന്നെ നിന്റെ മറ്റൊരാളെ കൊന്നേ? സത്യമായി ഞാൻ കൊന്നതല്ല. ഞങ്ങൾ തമ്മിൽ കശപിശ ഉണ്ടായി എന്നുള്ള നേര എന്നെ വല്ലാതെ ദ്രോഹിച്ചപ്പോ അവനെ ഞാൻ പിടിവലിക്കിടയിൽ താഴേക്ക് തള്ളിയിട്ടു. അത് സത്യ. പക്ഷെ അവനെ കൊന്നെന്ന് മാത്രം പറയരുത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചെയ്തോ ഇല്ലയോ എന്നൊക്കെ സ്റ്റേഷനിൽ തീരുമാനിക്കാം. ആ വിലങ്ങും കൊണ്ടുവാ. അയ്യോ വേണ്ട. അയ്യോ സാർ, പ്ലീസ് എന്റെ അച്ഛനെ കൊണ്ടുപോവില്ലേ? പിടിച്ചോണ്ട് പോയാ അച്ഛനാരെ കൊല്ലില്ല സാർ, പ്ലീസ്. അയ്യോ അയ്യോ പ്ലീസ് സാർ, എന്റെ അച്ഛനെ കൊണ്ടുപോവില്ലേ? പ്ലീസ് സാർ, പ്ലീസ്. അയ്യോ സാർ, പ്ലീസ് എന്റെ അച്ഛനെ കൊണ്ടുപോകല്ലേ സാർ, പ്ലീസ് എന്റെ അച്ഛനെ കൊണ്ടുപോകല്ലേ സാർ. അയ്യോ പ്ലീസ് സാർ, പ്ലീസ്. അച്ഛാ, 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 അച്ഛാ. മാഷേ, മാഷേ, ഹരീന്ദ്രൻ മാഷേ, ഹരീന്ദ്രൻ മാഷേ.
മാഷെ ഒന്ന് വിളിക്കോ. അവനിവിടെ ഇല്ലല്ലോ. ഇന്നലെ രാത്രി പോയതാ. ഇത്തിരി ദൂരത്തേക്കാണെന്നാ പറഞ്ഞത്. അയ്യോ, എനിക്ക് മാഷിനെ കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. മാഷിനെയും കൊണ്ട് സ്റ്റേഷൻ വരെ ഒന്ന് പോവാൻ വേണ്ടിട്ടാ. ഞാൻ ഗോവിന്ദ മാഷിന്റെ മകളാ. എന്റെ അച്ഛനെ ഇന്നലെ രാത്രി പോലീസ് ഒന്ന് പിടിച്ചോണ്ട് പോയി. മോളെ, അനന്തനെ കൊന്നത് എന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട്. ഈശ്വര, എന്റെ അച്ഛൻ ഒരിക്കലും അത് ചെയ്യില്ല. അവരെന്റെ അച്ഛനെ കൊലപാതകയാന്ന് പറഞ്ഞ് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാവും. എത്രയും വേഗം സ്റ്റേഷനിൽ ചെന്ന് എനിക്ക് എന്റെ അച്ഛനെ കാണണം. മാഷം കൊണ്ട് പോവാന്ന് കരുതി വന്നതാ. എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ അച്ഛനെ രക്ഷിക്കണം. ഇല്ലെങ്കിൽ അവരെന്റെ അച്ഛനെ. മോള് കരയാതെ. അച്ഛനെ അവരൊന്നും ചെയ്യില്ല. എന്റെ മോള് സമാധാനപ്പെട. അമ്മേ, അച്ഛൻ വയ്യാത്തൊരാളാ. അവരെന്തെങ്കിലും ഉപദ്രവിച്ചാ പിന്നെ ഞാൻ പോവാ. എനിക്ക് ഉടനെ എന്റെ അച്ഛനെ കാണണം. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. സർ, എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണം. SI സാർ ഇല്ലല്ലോ. എനിക്ക് ഒന്ന് കണ്ടാ മാത്രം മതി. പ്ലീസ് സർ, പ്ലീസ്, ഞാൻ ഒന്ന് കണ്ടോട്ടെ. അച്ഛാ, മോളെ, അച്ഛാ, അച്ഛൻ ഇവര് വല്ലതും ചെയ്തോ? ഇല്ല മോളെ. എന്താ അച്ഛൻ സത്യത്തിലുണ്ടായത്? എന്നോട് പറ. ആരോട് ചോദിച്ചിട്ട് തന്തേ കാണാൻ ഇതിനകത്ത് കയറിയത്? അത് തോന്നുമ്പോ കയറിയിരിക്കും നിരങ്ങാനേ. ഇത് നിന്റെ തന്തയുടെ തറവാട് സ്വത്തല്ല. സർ, അല്പം കൂടി മര്യാദയായിട്ട് സംസാരിക്കണം. മര്യാദ ഒളിപ്പിക്കാൻ നീ ആരാടി? ദേ, എന്നോട് വിളച്ചെടുത്തോണ്ടല്ലോ, നിന്നെ ഞാൻ ഇതിനകത്താക്കും. മതി തന്തേ മോളോടുള്ള പുന്നാരം. വേഗം സ്ഥലം വിട്ടോണം. ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഇയാളെ കോടതിയിൽ ഹാജരാകാനുള്ള പേപ്പേഴ്സ് ഒക്കെ ശരിയല്ലേ? ശരിയാണ് സാർ. ആരാ ഇവര്? ഇന്നലെ കസ്റ്റഡിയിലെടുത്ത മർഡർ പ്രതിയുടെ മകളാണ്. ആ, എന്താ അയാളെ കോടതി കൊണ്ടുവന്ന കാര്യം? പേപ്പേഴ്സ് ഒക്കെ റെഡിയല്ലേ? റെഡിയാണ് സാർ, ഇപ്പൊ തന്നെ കൊണ്ടുപോകണം.
അതെ, സെന്റിമെന്റ്സ് ഒന്നും ഇവിടെ വേണ്ട. കോടതി പോകുന്ന നേരമായി. മാറി ഇങ്ങനെ കൊണ്ടുപോടോ. ഏയ് ഒന്നേ ഗോവിന്ദ മാഷ്,